ഞാനിപ്പോൾ ഉള്ളത് കോട്ടയം ജില്ലയിലെ കുമ്മനം എന്ന് പറയുന്ന സ്ഥലത്തുള്ള ആ പ്രദേശത്താണ്. അവിടെ ഇല്ലിക്കൽ ഭാഗത്ത് എൻ്റെ സ്വന്തം ബ്രദറിൻ്റെ ഒരു വീടിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത്. ഈ വീടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഒരു 4-5 മാസം മുമ്പ് വരെ ഈ വീട് ഒരു 5.5 അടി താഴ്ചയിലായിരുന്നു. 5.5 അടി, ഏകദേശം ഒരാൾ പൊക്കം താഴ്ചയിലായിരുന്നു. കുറേ കാലമായി അദ്ദേഹത്തിന് വെള്ളപ്പൊക്കത്തിൻ്റെ ഭീഷണി ഉണ്ടായിരുന്നു. എൻ്റെ സ്വന്തം ബ്രദറാണ്. അങ്ങനെയാണ് എറണാകുളത്തുള്ള ഒരു പാർട്ടി കോൺട്രാക്ട് ഏറ്റെടുക്കുകയും ഈ വീട് ഉയർത്താൻ ശ്രമിക്കുന്നത്. അങ്ങനെ ഇന്ന് 5.5 അടി ഉയർത്തിയൊരു വീടാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മീനച്ചിലാറിൻ്റെ തീരത്തിരിക്കുന്ന ഒരു വീടാണ്. ഈ വീട് ഇത്രയധികം ഉയർത്താനായിട്ട് ഒരുപാട് ആളുകളുടെ എഫേർട്ട് വേണ്ടി വന്നു, കുറച്ച് കാശും ചിലവായി. അപ്പം ഈ വീടിൻ്റെ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വീടിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഇതൊരു വലിയൊരു വീടാണ്. അത്രയധികം ഒരുപാട് സ്ക്വയർ ഫീറ്റുള്ള, ഒരുപാട് കാശ് മുടക്കി ചെയ്തൊരു വീടായിരുന്നു. അതിപ്പം അവസ്ഥ ഏതാണ്ട് ഒരു പണി പൂർത്തിയായി വരുന്നൊരു ഘട്ടത്തിലേക്കാണുള്ളത്. നമുക്ക് ഈ ഭാഗങ്ങളിലെല്ലാം തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും, കുറച്ച് പണി പൂർത്തിയായിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു 3-4 മാസം മുമ്പുള്ള ഒരു ചിത്രം നിങ്ങൾക്ക് കാണാം. അതായത് എങ്ങനെയായിരുന്നു 3-4 മാസം മുമ്പ് ആളുകൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ളതിൻ്റെ ഒരു ചിത്രവും നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോയും നിങ്ങൾക്ക് ഇതിനോടൊപ്പം തന്നെ കാണാം. ഒന്ന് കണ്ടു നോക്കും. അപ്പോൾ എങ്ങനെയാണ് ഈ വീടിൻ്റെ കാര്യങ്ങൾ? പണ്ടത്തെ അവസ്ഥ എന്തായിരുന്നു, ഇപ്പോഴത്തെ അവസ്ഥ എന്താ? പണ്ടത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വീട്ടിൽ ഒരുപാട്, അതായത് കഴിഞ്ഞ 2 വെള്ളപ്പൊക്കത്തിന് ഒരു 3 അടിയോളം വെള്ളം, 2-2.5 അടിയോളം വെള്ളം ഇതിനകത്ത് കയറിയിട്ടുണ്ട്. കുറേ കാലങ്ങളായിട്ട് നല്ല വെള്ളപ്പൊക്കത്തിൻ്റെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതൊരു ഏതാണ്ടൊരു ആവറേജ് ഒരു 5.25 അടി നമ്മൾ ഉയർത്തിയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ലാസ്റ്റ് വെള്ളപ്പൊക്കം വന്നപ്പോൾ ഈ പുരയിടത്തിന് താഴെയാണ് വെള്ളം ലെവലെത്തിയത്. അതുകൊണ്ട് ഇപ്പോഴത്തെ സമീപകാലത്ത് ഇനി ഉണ്ടാകുന്ന വെള്ളപ്പൊക്കങ്ങൾ പ്രശ്നം ഉണ്ടാക്കില്ല എന്ന് വിചാരിക്കുന്നു. എത്ര പേരാ പങ്കെടുത്തതിനകത്ത്? ഇത് യഥാർത്ഥത്തിൽ അവർ 3 മാസം കൊണ്ട് അവർ പൊക്കിയിട്ടുണ്ട്. അത് ഒരു എറണാകുളത്തുള്ള ഒരു പാർട്ടിയാണ് അതിൻ്റെ കോൺട്രാക്റ്റ് ഉള്ളത്, ഉത്തരേന്ത്യൻ ഉള്ളത്. അവർ പൊക്കാൻ നേരത്ത് മാത്രം ഒരു 40ഓളം ആളുകൾ വരുന്നു. ബാക്കിയുള്ള സമയത്ത് ഒരു 3-4-5 പേര് മാത്രമാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പൊക്കുന്നതെന്ന് പറഞ്ഞാൽ വളരെ പെയിൻസ്റ്റേക്കിംഗ് ആയിട്ടുള്ള ഒരു വർക്കാണ്. കുറഞ്ഞ സമയം കൊണ്ട് തന്നെ, അതായത് ചെറിയ രീതിയിലാണ് അവർ പൊക്കുന്നത്. അങ്ങനെ പല സ്റ്റെപ്പുകളായിട്ട് അവർ ചെയ്യും. അപ്പോൾ എത്ര കോസ്റ്റ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് അവർക്ക് ഇതിൻ്റെ പണികൂലി തന്നെ ഏതാണ്ട് 10 ലക്ഷം രൂപ ആണ് അതിന് വന്നിരിക്കുന്നത്. പിന്നെ ബാക്കിയുള്ള മെറ്റീരിയൽസൊക്കെ നമ്മൾ തന്നെയാണ് സപ്ലൈ ചെയ്തിരിക്കുന്നത്. എത്ര സ്ക്വയർ ഫീറ്റ് ആയിരുന്നു വീടൊരു 2600 സ്ക്വയർ ഫീറ്റിന് മുകളിലുണ്ട്.